കോഴിക്കോട് താമരശ്ശേരിയിലെ പൊതുവിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് വാറ്റ് ചാരായം നൽകിയ പ്രതിക്കായി അന്വേഷണം തുടരുന്നു. ഇയാളുടെ വീടിന് സമീപത്തെ തോട്ടത്തിൽ വെച്ച് 28 ലിറ്റർ ചാരായമാണ് പോലീസ് കണ്ടെടുത്തത്. കോഴിക്കോട് നിന്ന് രാഹുൽ കെ വി വിവരങ്ങളുമായുണ്ട്. നമുക്കിപ്പം രാഹുൽ, ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും വ്യാപകമാക്കിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇയാൾക്ക് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടന്നു വരികയാണ്. താമരശ്ശേരി പോലീസാണ് കേസെടുത്ത് അന്വേഷിക്കുന്നത്. ഈ വിവരം കേട്ട ഏവരും ഞെട്ടിയൊരു വാർത്തയാണ്. കാരണം ഒരു പൊതുവിദ്യാലയത്തിലാണ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ചെറിയ കുപ്പികളിലാക്കി വാറ്റ് ചാരായം കൊണ്ടുവരികയും ഒപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അതായത് കുപ്പിയിൽ കുട്ടി കൊണ്ടുവരുന്നു, അതിനുശേഷം ആവശ്യമുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് വാട്ടർ ബോട്ടിലേക്ക് ഒഴിച്ചു നൽകുകയായിരുന്നു. അധ്യാപകരാണ് ആദ്യമായി സ്കൂളിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ബാഗിനകത്ത് വാറ്റുചാരായം ഉണ്ട് എന്ന സംശയം ഉണ്ടാവുകയും തുടർന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ ബോട്ടിലിനകത്ത് ചാരായം കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇതാരാണ് തന്നതെന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ സഹപാഠിയാണ് കൊണ്ടുവന്ന് തന്നത് എന്ന് ഉത്തരം വിദ്യാർത്ഥി നൽകുകയാണ്. അതിനുശേഷം താമരശ്ശേരി പോലീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വളരെ വ്യാപകമായ അന്വേഷണം നടത്തി. കാരണം പോലീസ് ഒന്നും ഈ കുട്ടികളോട് ചോദിച്ച സമയത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതാദ്യമായല്ല ഇങ്ങനെ ഈ വാറ്റുചാരായം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് കുട്ടി പറഞ്ഞത്. അതിന് മുൻപും കൊണ്ടുവന്ന 3-ലധികം വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ അങ്ങനെയാണ് ഈ ഉറവിടത്തിലേക്കുള്ള അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നത്. കട്ടിപ്പാറയിലേക്ക് എത്തുകയാണ്. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചമൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള ഒരാളുടെ വീടിന് സമീപത്ത് തന്നെയായി തോട്ടത്തിലാണ് വാറ്റുചാരായത്തിൻ്റെ നിർമ്മാണം നടന്നിരുന്നത്. അവിടെ വെച്ച് പോലീസിന് 28 ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അബ്കാരി നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ. പറയുന്ന കുട്ടിയുടെ രണ്ടാനച്ഛനെ പറ്റി പറഞ്ഞിരുന്നു, അയാളാണോ ഇത്? മോത്തി, അതെ. സ്കൂളിലേക്ക് കൊണ്ടുവന്ന ആ കുട്ടിയുടെ രണ്ടാനച്ഛനാണ് ഈ വിധത്തിൽ വീടിന് സമീപത്ത് തന്നെയായി ഈ വാറ്റുചാരായത്തിന് നിർമ്മാണം നടത്തുകയും കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. അവരുടെ വിവരങ്ങളൊക്കെ തന്നെ പറയുന്നതിൽ പരിമിതിയുണ്ട്. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നമുക്ക് യാതൊരു കാരണവശാലും കഴിയുകയുമില്ല. അപ്പോൾ ആ വിധത്തിൽ മാത്രമേ വാർത്ത റിപ്പോർട്ട് ചെയ്യാനും കഴിയുകയുള്ളൂ. എന്തായാലും പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. വിധത്തിൽ 28 ലിറ്റർ ചാരായമാണ് വീടിന് സമീപത്ത് ഒരു തോട്ടത്തിനാണ് ഇങ്ങനെ വാറ്റുചാരായ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അവിടെ വെച്ച് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അബ്കാരി നിയമപ്രകാരമാണ് കേസ്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യമൊക്കെ പരിഗണിക്കുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടന്നു വരികയാണ്. ശരി.